അഴിക്കുന്തോറും കുരുക്ക് മുറുകുന്ന രീതിയിലാണ് വിഭജിക്കയുടെ ആത്മഹത്യയും ഇതിനെ തുടർന്നുണ്ടായ ദുരൂഹതകളും. കുഞ്ഞിന്റെ സ്ഥിതി അതേ റോപ്പിന്റെ മറുതലയിൽ വിഭജിക്കയോട് ചേർന്ന് ഫ്ലോറിൽ തട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രകൃതക്കാരി ആയിരുന്നില്ല ഈ കുഞ്ഞിനെ കെട്ട് അഴിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിൻ്റെ വയലിൽ നിന്നും കുറുക്കും മറ്റും പുറത്തേക്ക് വരുന്ന ഒരു സീന്. ഇനിയൊരു വിസ്മയം ഉണ്ടാകരുതെന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ കോടതി നൂറുകണക്കിന് വിസ്മയമായിരുന്നു. വിഭജികയുടെ ഭർത്താവുമായുള്ള ഇടപെടലുകൾ നിശ്ചയിക്കുന്നത് നിതീഷിൻ്റെ അച്ഛനും സഹോദരിയുമാണ്. ഞാൻ അയച്ച മെസ്സേജ് കണ്ടിട്ടില്ല എന്നല്ല റീഡ് ചെയ്തിട്ടില്ല, ഇതുവരെയും അതിനകത്ത് കൃത്യമായ ക്രൂര പീഡനങ്ങളുടെ പരമ്പര തന്നെ വീട്ടുവരുന്ന ഡെപ്പിക്ഷൻസ് ചിത്രങ്ങൾ ഇവരുണ്ടായിരുന്നു. വൈകൃതമായ ലൈംഗിക പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കവിതരും പറഞ്ഞു. സ്വന്തം ഭർത്താവിൽ നിന്നും ഭർത്തൃ വീട്ടുകാരിൽ നിന്നും ഏറ്റ ക്രൂരമായ പീഡനങ്ങളുടെ കഥയാണ് വിഭജിക്കയുടെ അഡ്വക്കേറ്റ് ഞങ്ങളോട് തുറന്നു പറഞ്ഞത്. ഈ ഒരു വിഷയത്തിൽ വളരെയധികം നിർണായകമായ തെളിവുകളടക്കം വെളിപ്പെടുത്താനായി നമ്മുടെ മുമ്പിലിരിക്കുന്നത് വിഭജിക്കയുടെ വക്കീലായിട്ടുള്ള മനോജ് പള്ളിമൺ അദ്ദേഹമാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുക മാത്രമല്ല, എന്താണ് ഈ കുട്ടിക്ക് ഇത്തരത്തിൽ സംഭവിച്ചെന്നുള്ളതാണ്. സർ, എന്തായിരുന്നു അവസാനമായിട്ട്? കഴിഞ്ഞ 8-ാം തീയതി ഉച്ചയോടുകൂടിയാണ് വിഭജികയുടെ അമ്മ എന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തത്. വിഭജിക കുറച്ച് അധികം സ്ത്രീധന പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം പ്രയാസങ്ങൾ നേരിടുന്നുവെന്ന്, അവൾ ഇപ്പോൾ ഷാർജയിലാണുള്ളതെന്ന്, അവിടെ ഒരു ഫേമിൽ HR മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണെന്ന്, ഈ കുറച്ച് കാര്യങ്ങൾ സാറിനോട് പറയാനുണ്ടെന്നും സാറ് അവർക്ക് പ്രൊട്ടക്ഷനും സാന്ത്വനവും ഏകണമെന്നും അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിക്കാൻ പറഞ്ഞു. ഞാനൊരു യാത്രയിലായിരുന്നു. ഒരു 7:45 വിളിക്കാൻ പറഞ്ഞു. 7:45 ഞാൻ വീട്ടിൽ വരുന്നു. 7:45 വിഭജികയുടെ ഒരു മെസ്സേജ് വരുന്നു. ഗുഡ് ഈവനിങ് സാർ, ഞാനിങ്ങനെ ശബ്ദ സന്ദേശമായിട്ടുള്ളത്, ഞാൻ ദുബൈയിലാണുള്ളത്, ബോട്ടിമിലേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ, സാറിൻ്റെ അവൈലബിലിറ്റി പറഞ്ഞാൽ ഞാൻ ഏത് ടൈമായാലും ഞാൻ വിളിച്ചോളാം എന്ന് പറയുന്നു. ഞാൻ ആ മെസ്സേജ് കാണുന്നത് 8:20 8:22 തന്നെ ഞാൻ ആ മെസ്സേജ് റെസ്പോണ്ട് ചെയ്തു. യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം. അപ്പോൾ ഞാൻ വെയിറ്റിംഗ് ആണ്, നിങ്ങളുടെ കോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അയച്ച മെസ്സേജ് കണ്ടിട്ടില്ല എന്ന് തന്നെ, റീഡ് ചെയ്തിട്ടില്ല, ഇതുവരെയും റീഡ് ചെയ്തിട്ടില്ല. അതുകൂടാതെ അതിനുശേഷം ഞാൻ ഈ വിഭജികയുടെ മാതാവിനെ ബന്ധപ്പെട്ടു. മാതാവ് പറഞ്ഞു അവൾ ഉറങ്ങുകയായിരിക്കും, അല്ലെങ്കിൽ കൊച്ചിനെ ഉറക്കുകയായിരിക്കും, എന്തായാലും ഉണർന്നാലും സാർ ലേറ്റായിട്ടായാലും വിളിച്ചോളൂ, കുഴപ്പമില്ല. ഞാനൊരു 12 മണി വരെ ഞാനും എൻ്റെ അഭിഭാഷകയായ മോള് ഗായത്രി മനോജും കാത്തിരുന്നു. പക്ഷെ ഒരു വിളിയും വന്നില്ല. പിറ്റേന്ന് രാവിലെ വിഭജികയുടെ മാതാവിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞു അവൾ ലേറ്റായിട്ട് ആയിരിക്കും ഉറങ്ങിയിട്ടുള്ളത്, മിക്കവാറും ലേറ്റായിട്ട് എണീക്കാൻ സാധ്യതയുള്ളൂ, അതുകൊണ്ട്
എടുക്കാതിരുന്നതായിരിക്കും. എന്തായാലും സാറിനെ ബന്ധപ്പെടും. സാറ് ഞാനങ്ങ് ഏൽപ്പിക്കുകയാണ് ഈ കേസ്. വേണ്ടുന്ന സംരക്ഷണം, സാന്ത്വനം എല്ലാം തരണം. ഒരു ഗാർഡിയൻ എന്ന നിലയ്ക്ക് തന്നെ അത് ചെയ്തു തരണമെന്ന് എന്നോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഭ്യർത്ഥനയെ ശിരസാവഹിച്ചു. പക്ഷേ വൈകുന്നേരത്തോടുകൂടി എനിക്ക് കോള് വരികയാണ്. ഒരു 7 മണിയോടുകൂടി ഒരു കോള് വരുന്നു. വിഭജികളുടെ അമ്മയും കുഞ്ഞമ്മയും ആണ് ആ ഫോണ് അന്ന് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോള് പോയി സാറേ എന്ന് പറയുകയാണ്. അപ്പോൾ തൊട്ട് ഞാൻ ജാഗ്രതയോട് തന്നെ മനോരമയുടെ പത്രമാധ്യമ സുഹൃത്തുക്കളെ ദുബൈയിൽ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അവിടുന്ന് പല ആൾക്കാരുടെയും നമ്പർ എടുത്തു. മലയാളി അസോസിയേഷൻസിൻ്റെ കോൺസുലേറ്റിൻ്റെ എല്ലാം ബന്ധപ്പെട്ടതിന് ശേഷം ഈ മെയ്ഡിൻ്റെ നമ്പർ ഈ 6:45 കുഞ്ഞിന് കുറുക്ക് കൊടുത്ത് കുളിപ്പിച്ച് വേറെ വസ്ത്രങ്ങളൊക്കെ പരിചരിച്ച് കൊടുത്ത ഒരു മെയ്ഡുണ്ട്, ഒരു തിരുവല്ലക്കാരിയാണ്. പുള്ളിക്കാരിയെ ഒരു 1:30 മണിയോടുകൂടി, രാത്രി 1:30 മണിയോടുകൂടി ഞാൻ കോണ്ടാക്ട് ചെയ്യുകയും അവരിൽ നിന്നും എനിക്ക് ലഭ്യമായ വിവരം 6:45 പോയ ശേഷം അവർ ഏകദേശം ഒരു 10:45 മണിയോടുകൂടി തിരികെ വരികയാണ് ഈ വീട്ടിലേക്ക്. ഡോർ നോക്ക് ചെയ്യുന്നു, ആളെടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഉടൻ തന്നെ നമ്മുടെ ഈ നിതീഷിനെ വിളിക്കുകയാണ് ഫോണിൽ. 3/4 മണിക്കൂറിന് ശേഷം നിതീഷ് വരികയും ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അകത്ത് കയറുമ്പോൾ വിഭജിക്കുകയും കുട്ടിയും തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ വിഭജിക എങ്ങനെയാണ് നിൽക്കുന്നത് വെച്ചാൽ മുട്ടുകുത്തി നിൽക്കുന്നു എന്നുള്ള ഒരു വർത്തമാനമാണ് അവരിൽ നിന്ന് ലഭിച്ചത്. കുഞ്ഞിൻ്റെ സ്ഥിതി നോക്കിയപ്പോൾ അതേ റോപ്പിൻ്റെ മറുതലയിൽ വിഭജികയോട് ചേർന്ന് ഫ്ലോറിൽ തട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവർ വിവരിച്ചത്. അതിൽ നിന്നും എനിക്കൊരു അസ്വാഭാവികത തോന്നി. തികച്ചും അസ്വാഭാവികത തോന്നത്ത തരത്തിലാണ് ആ സിറ്റുവേഷൻ എൻ്റെ മനസ്സിലേക്ക് വന്നത്. സ്വാഭാവികമായിട്ടും തൊട്ടിലിന് കിട്ടിയ ഒരു റോപ്പ് അല്ലെങ്കിൽ ഒരു കയറ്, അതിൻ്റെ 2 അറ്റങ്ങളിൽ എന്തായാലും ഹാങ്ങിങ് നടക്കത്തില്ല. അപ്പോൾ വിഭജിക മുട്ടുകുത്തി നിൽക്കുകയാണ്, പ്രാർത്ഥനാ ഹരിതയായി നിൽക്കുന്ന കണക്ക് നിൽക്കുന്നു. കൊച്ചും അഡ്ജസ്റ്റൻ്റായിട്ട് തന്നെ ചേർന്ന് തൂങ്ങി നിൽക്കുന്നതാണ് അവരുടെ വെർഷൻ. അതൊരിക്കലും ഒരു പ്രോബബിൾ വെർഷനായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞു, ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പാലന്തരോടുകൂടി അറിഞ്ഞല്ലോ, എപ്പോഴാണ് നിങ്ങൾ അത് വിഭജികയുടെ അമ്മയെ അറിയിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാനത് പിറ്റേന്ന് 11 മണിക്കാണ്, ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിഭജികയുടെ അമ്മയെ നിരന്തരം കമ്മ്യൂണിക്കേഷനുള്ള ഈ മെയ്ഡ് അറിയിക്കുന്നത്. അതിലൊക്കെ ഒരു സസ്പിഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കോൺസുലേറ്റിലേക്കും ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനും കേരള പോലീസ് ചീഫിനും ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും MP-ക്കും MLA-ക്കും വനിതാ കമ്മീഷനും എല്ലാം നമ്മൾ പരാതി അയക്കുകയും കോൺസുലേറ്റ് ഉൾപ്പെടെ പരാതി അയക്കുകയും അത് അവർ എല്ലാം റിസീവ് ചെയ്തതായിട്ടും കണ്ടു. പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇന്നലെ രാത്രിയോട് കിട്ടിയത് ഫേസ്ബുക്കിൽ വിഭജികയുടെ ഫേസ്ബുക്കിൽ വിഭജിക മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്ത ടൈമർ വെച്ച് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് വിസിബിൾ ആയിരുന്നില്ല. വിസിബിൾ ആയത് ഇന്നലെയാണ്. അതിനകത്ത് കൃത്യമായ ക്രൂര പീഡനങ്ങളുടെ പരമ്പര തന്നെ വിളിച്ചോതുന്ന ഡെപ്പിക്ഷൻസ്, ചിത്രങ്ങൾ എന്നിവയുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വൈകൃതമായ സ്വഭാവത്തെക്കുറിച്ച് ലേഡീസൊക്കെ ഉപയോഗിക്കുന്ന ഷിമ്മി പോലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഫോട്ടോ എടുക്കുക, ലേഡീസിൻ്റെ കിടക്ക് ലിപ്സ്റ്റിക്ക് തേച്ച് കരി എഴുതി മുലക്കച്ച കെട്ടി നിൽക്കുന്ന ഒരു നിതീഷിനെ കൂടി ആ ചിത്രങ്ങളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. അപ്പോൾ ഒരു വൈകൃത മനസ്സിൻ്റെ ഉടമ ആണ് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധുജനങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പലരോടും ഈ കുട്ടി ഇദ്ദേഹത്തിൻ്റെ വൈകൃതമായ ലൈംഗിക പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. ഒരു മെസ്സേജിൽ നിന്നും പിന്നെ മനസ്സിലാക്കുന്നത്, ഞാനിന്ന് ജീവിച്ച് പോരാൻ അദ്ദേഹത്തിനോടൊന്ന് കഴിയാൻ വേണ്ടി ഞാൻ ത്യജിക്കാത്ത കാര്യങ്ങൾ കുറവാണെന്ന് പറഞ്ഞു.
നമുക്കതിൽ നിന്നെല്ലാം വളരെയധികം വ്യക്തമാണ്. സോ അത് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതൊന്നും പുറത്ത് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലുള്ള ചില വൈകൃതങ്ങളാണ് അദ്ദേഹം. ഇന്റിമസി കൂടുതലും അദ്ദേഹത്തിന്റെ സഹോദരിയോടും പിതാവിനോടും കുടുംബാംഗങ്ങളോടുമാണ്. വിവാഹാനന്തരം ഈ കുഞ്ഞിന്റെ കാലഘട്ടം അവിടെ വരെയും ഇതൊരു നേർച്ച പോലെ കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. ഒരിക്കലും ഒരു ഇന്റിമേറ്റായിട്ട് ഇടപഴകുന്നതിന് അവർ അവസരം ഒരുക്കിയിട്ടില്ല. അദ്ദേഹം ഇന്റിമേറ്റായിട്ട് ഇടപെടുന്നതിന് താല്പര്യം കാണിച്ചിട്ടില്ല. എപ്പോഴും ഇവൈഡ് ചെയ്ത് പോകാനുള്ളൊരു ത്വര ഈ കുട്ടിയുടെ മെസ്സേജുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ബോഡി എത്തിക്കാനുള്ള നടപടികളൊക്കെ എങ്ങനെയാണ് അവിടെ? അറബ് രാജ്യങ്ങളായിട്ടുള്ള UAE, സൗദി, ഒമാനൊക്കെ തന്നെ അവധിയായിരിക്കും. സ്വാഭാവികമായിട്ടും ശനി ഞായർ വീണ്ടും അവധിയാവുന്നു. ഇന്നും നാളെയും മറ്റന്നാളും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓട്ടോപ്സിയും പോസ്റ്റ്മോർട്ടവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൃത്യമായി ഈ പറഞ്ഞാൽ മൺഡേയിലാണ്. ആ മൺഡേയിൽ അത് നടക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അത് ത്വരിതപ്പെടുത്താനും ഈ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഉൾപ്പെടെ അന്വേഷിക്കാനും സമഗ്രമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ ഒരു കത്ത് നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പോലീസ് സ്റ്റേഷന് ചെയ്തിട്ടുണ്ട്. കൺസേൺഡ് പോലീസ് അതോറിറ്റീസിന്, മിനിസ്റ്റേഴ്സിനും, ദുബൈ എംബസിക്കും, കോൺസുലേറ്റിനും എല്ലാം നമ്മൾ അയച്ചിട്ടുണ്ട്. അതിനകത്ത് ആ കാര്യങ്ങൾ കൂടി അന്വേഷിച്ചിട്ട് ആയിരിക്കും കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ മൃതദേഹങ്ങൾ രണ്ട് വിഭജിയുടെയും മകളുടെയും മൃതദേഹങ്ങൾ നമ്മൾക്ക് കിട്ടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ആവശ്യം ഉയർന്നതിൽ നമുക്ക് സംശയമുണ്ട്. ആ കുഞ്ഞിന്റെ മരണം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവർ ചെന്ന ഉടൻ തന്നെ ഈ കുഞ്ഞിനെ കെട്ട് അഴിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിൻ്റെ വയലിൽ നിന്നും കുറുക്കും മറ്റും പുറത്തേക്ക് വരുന്ന ഒരു സീനും അവരുടെ ഒരു ഡെപ്പിക്ഷനാണ് അവരുടെ വേഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. കുറച്ച് അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളാണ്. എന്തായാലും ഇതിൻ്റെ മരണകാരണം അറിയാം. എത്ര മണിക്ക് മരിച്ചു എന്നറിയണം. അതിൻ്റെ മരണകാരണം അറിയണം. അതിനകത്ത് കാരണഭൂതരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നറിയണം. CCTV അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളതാണ്. അവരുടെ ഫ്രണ്ട് റൂമിൽ CCTV ഉണ്ട്, എല്ലാം ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ മെയ്ഡിൻ്റെ കോള് കിട്ടി ഒരു 3/4 മണിക്കൂർ സഞ്ചരിച്ച് വരുമ്പോൾ ഒരുപാട് 100-ലധികം ക്യാമറകൾ അഭിമുഖീകരിച്ച് ഒരാൾക്ക് ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. മഹാനഗരമാണ് ഷാർജ. ആ വലിയൊരു മാളിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ അപ്പാർട്ട്മെൻറ്റ്സ്. അങ്ങനെ വളരെ വിജിലൻ്റായിട്ട് ഒരു സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വ്യക്തതയോടെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തായാലും ഇതിനകത്തുള്ള ദുരൂഹത നീക്കണം. ഇതിനകത്ത് ആര് കുറ്റക്കാരായാലും അവർ മാക്സിമം ശിക്ഷിക്കപ്പെടണം. പക്ഷേ നമ്മൾ ഇപ്പോൾ തന്നെ ഈ വിസ്മയുടെ കേസ്, ഉത്ര കേസ് പോലുള്ള കേസുകൾ ഒരുപാട് നമ്മൾ കേട്ട് ശരിക്കും ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ ഈ കേരളത്തിലാണ്. ഇത്രയും സ്ത്രീധനത്തിന്റെ ഇനിയൊരു വിസ്മയം ഉണ്ടാകരുതെന്നും പറഞ്ഞായിരുന്നു നമ്മുടെ കോടതി വിധികൾ. 100 കണക്കിന് വിസ്മയമാർ വന്നു. ആ 100 കണക്കിന് വന്ന വിസ്മയമാരുടെ നമ്മൾ വിസ്മരിച്ചു കഴിഞ്ഞു. അപ്പോഴും വീണ്ടും ഒരു വിഭജിക ഇങ്ങനെ വരികയാണ്. അത് എത്രമാത്രം ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു. ഒരു വീട്ടിലെ അത്താണിയായിരുന്നു. ഈ അച്ഛനും നാത്തൂനും ഒക്കെ വലിയ രീതിയിൽ ഇതിലൊക്കെ ഇൻവോൾവ് ആണ്. ഇതിനകത്ത് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ വിഭജികയുടെ ഭർത്താവുമായുള്ള ഇടപെടലുകൾ നിശ്ചയിക്കുന്നത് നിതീഷിന്റെ അച്ഛനും സഹോദരിയുമാണ്. അവരെങ്ങനെ ഏത് മാനറിൽ നടക്കണം, എപ്പോൾ പോകണം, കൂടുതൽ യാത്രകളും അദ്ദേഹം പ്രിഫർ ചെയ്യാറ് സഹോദരിയോടൊപ്പമായിരുന്നു. ഇതിലൊക്കെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. കാര്യമില്ലെന്ന് കരുതി ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രകൃതക്കാരി ആയിരുന്നില്ല വിഭജിക. അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ചാറ്റ്സിൽ നിന്നായാലും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതായാലും ഒരു സ്റ്റബേൺ നേച്ചറിലായിരുന്നു അവർ. വളരെ സ്മാർട്ടായിട്ടുള്ള ലേഡി. ഒരു ചീത്ത പോലും പറയാൻ ആ കുട്ടി അങ്ങനെ വളർന്നതല്ല. വളരെ ഇതായി അഴിക്കും തോറും കുരുക്ക് മുറുകുന്ന രീതിയിലാണ് വിഭജികയുടെ ആത്മഹത്യയും ഇതിനെ തുടർന്നുണ്ടായ ദുരൂഹതകളും. ഈ ദുരൂഹതകൾ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാൻ ഈ കേരള സർക്കാരിനും അതോടൊപ്പം തന്നെ UAE-യിലുള്ള അന്വേഷണ ഏജൻസിക്കും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിക്സൺ.